നമസ്കാരം. നാടിൻ്റെ സമഗ്ര വികസനത്തിന് ചാലകശക്തിയാവുന്ന വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന വികസന സന്ദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗ്രാമീണ മേഖലയുടെ വികസനത്തിന് ബാങ്കിംഗ് രംഗത്തെ ഒരു സംഘടന മുന്നിട്ടിറങ്ങുക. വിദ്യാഭ്യാസവും സാമൂഹികവും സാമ്പത്തികവുമായ ഒരു പുരോഗതി ആ നാടിന് നൽകുക. അതുവഴി പ്രത്യക്ഷവും പരോക്ഷവുമായ വികസനത്തിലേക്ക് ഒരു പ്രദേശം കടന്നു ചെല്ലുക. അത്തരം അവിശ്വസനീയമായ ഒരു മാറ്റത്തിന് ഫെഡറൽ ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ ചാലകശക്തിയായി തീർന്നിരിക്കുകയാണ്. തികച്ചും വ്യത്യസ്തമായ ഈ ആശയം സാർത്ഥകമാക്കി ഫിസാറ്റ് എന്ന ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രത്തിലൂടെ നാളേക്ക് വേണ്ടിയുള്ള ശക്തമായ ഒരു നേതൃനിരയെ സമൂഹത്തിന് സമ്മാനിച്ചു നൽകുകയാണ്. ഈ സംഘാടക മികവ് ഇന്ത്യക്ക് തന്നെ മാതൃകയാകുമ്പോൾ അതിൻ്റെ നാൾവഴികളിലേക്കും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലേക്കും രണ്ട് ഭാഗങ്ങളിലായി കടന്നു ചെല്ലുകയാണ് വികസന സന്ദേശത്തിലൂടെ. ശ്രദ്ധിക്കാം. സംഘാടക മികവിൻ്റെ വിദ്യാഭ്യാസ മാതൃക. അങ്കമാലി കൊച്ചി നഗരപരിധിയിലേക്ക് വളർന്നു കയറുന്ന ഉപഗ്രഹ നഗരം. ദേശീയപാതയും MC റോഡും സംഗമിക്കുന്ന ഈ മുനിസിപ്പാലിറ്റി ടൗൺ ഒരു വാണിജ്യ വ്യവസായ കേന്ദ്രമായി മാറുകയാണ്. ഈ അങ്കമാലിയിൽ നിന്നും 3 കിലോമീറ്റർ കൂടി ഉള്ളിലേക്ക് സഞ്ചരിച്ച് തികച്ചും വ്യത്യസ്തമായ ഒരു ഗ്രാമീണ മേഖലയിലേക്ക് കടക്കുകയാണ് നാം. മൂക്കന്നൂർ എന്ന ഗ്രാമപഞ്ചായത്തിലേക്ക്. അധ്വാനവും നന്മയും സ്നേഹവും കരുത്താക്കിയ ഗ്രാമീണ ജനങ്ങളുടെ സഹവർത്തിത്വ മേഖല. കൃഷിയും ചെറുകിട കച്ചവടവുമൊക്കെയായി നിഷ്കളങ്കതയുടെ മൂശയിൽ അധ്വാനിച്ച് ജീവിക്കുന്നവരുടെ നാട്. ക്രൈസ്തവ ജനത ഏറെയുള്ള ഈ ഗ്രാമപഞ്ചായത്ത് മതസമന്വയത്തിന്റെ കൂടി മാതൃകാ പ്രദേശമാണ്. നൂറ്റാണ്ടിന്റെ തണൽ വിരിച്ചു നിൽക്കുന്ന ഭഗവതി ക്ഷേത്രം പൗരാണികതയുടെ വ്യത്യസ്ത പരിവേഷം ഈ ഗ്രാമത്തിന് പകരുകയാണ്. ഒപ്പം മൂക്കന്നൂർ സെന്റ് മേരീസ് ചർച്ച് വിശ്വാസപ്പൊലിമയുടെ തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുകയുമാണ്. ഈ ഗ്രാമമേഖലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. ഓർഫനേജ് ഹൈസ്കൂളും ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുമൊക്കെയായി. എന്നാൽ മൂക്കന്നൂർ എന്ന തികച്ചും ഗ്രാമീണമായ ഈ പ്രദേശം വ്യത്യസ്തമാകുന്നത് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്ന ഈ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രത്തിലൂടെയാണ്. നമ്മൾ ചെല്ലുമ്പോൾ ഫിസാറ്റിന്റെ പൂമുഖത്തേക്ക് സംതൃപ്തിയുടെ പുഞ്ചിരിക്കുന്ന മുഖവുമായി കടന്നു വരികയാണ് ഫെഡറൽ ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹികൾ. എഡ്യൂക്കേഷണൽ സൊസൈറ്റി ചെയർമാനും സെക്രട്ടറിയുമായ PV മാത്യു, പ്രസിഡന്റ് ആന്റണി ജോൺസൺ, അസോസിയേറ്റ് സെക്രട്ടറി പോൾ മുണ്ടാടൻ എന്നിവർ കഴിഞ്ഞ ഒരു വ്യാഴവട്ടക്കാലം കൊണ്ട് സാക്ഷര കേരളത്തിന്റെ പഠനമുറ്റത്ത് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ വ്യത്യസ്ത സന്ദേശം പകർന്ന് ഇവിടെ അത് വിജയമാക്കിയതിന്റെ പ്രതിരൂപമാണ് ഈ മന്ദിര സമുച്ചയം. ഹരിതാഭയിൽ പ്രകൃതിയോടിണങ്ങി തികച്ചും സംശുദ്ധമായ ചുറ്റുപാടിൽ ഒരു ഉന്നത പഠന കേന്ദ്രം. ഒപ്പം അന്തർദേശീയ നിലവാരമുള്ള അടിസ്ഥാന സൗകര്യങ്ങളും. കോളേജിന്റെ ചെയർമാൻ പദവിയിലേക്ക് കടന്നുവരുന്ന സെക്രട്ടറി PV മാത്യു 98-ലെ കോട്ടയം സമ്മേളനത്തിൽ കൊണ്ടുവന്ന വ്യത്യസ്തമായ ആശയത്തിന്റെ വിജയകരമായ സഞ്ചാരത്തിന്റെ നിർവൃതിയിലാണ് ഇവിടെ ഇരിക്കുന്നത്. സാക്ഷര കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ ന്യൂനതകൾ കണ്ടെത്തി
സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുക എന്ന ആശയമാണ് ഇതുവഴി സാധ്യമാക്കിയിരിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നതും മറ്റൊന്നും കൊണ്ടല്ല. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ സാക്ഷരതയിൽ വളരെ മുൻപന്തി നിൽക്കുന്ന ഒരു സംസ്ഥാനം എന്നുള്ള ഒരു നല്ല പേര് നമുക്ക് വർഷങ്ങളായിട്ടുണ്ട്. പക്ഷേ ഒരു കൂടുതൽ നമ്മൾ ആഴത്തിലേക്ക് ഇറങ്ങി ചിന്തിക്കുമ്പോൾ നമ്മുടെ ഈ സാക്ഷരത എന്ന് പറയുന്നത് നമുക്കൊരു 10ാം ക്ലാസ് 12ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസത്തിലുള്ള ആ ഒരു മികവ് അതിനെ മാത്രമായിട്ട് നമ്മൾ ഒതുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഒരു പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ രംഗത്തേക്കൊക്കെ വരുമ്പോൾ നമ്മൾ കണ്ടത്, അതായത് നമ്മൾ വളരെ പിന്നോക്കമെന്ന് നമ്മൾ തന്നെ പറഞ്ഞിരുന്ന തമിഴ്നാട്ടിലുള്ളവരും ആന്ധ്രയിലുള്ളവരും ഈവൻ ബീഹാറിലുള്ളവരും പോലും പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്ത് മുന്നോട്ട് പോയി ധാരാളം എഞ്ചിനീയർമാരൊക്കെ ഈ പുതിയ കാലഘട്ടത്തിൻ്റെ ആ അവസരങ്ങൾ വിനിയോഗിച്ചപ്പോൾ കേരളത്തിലെ യുവജനങ്ങൾ, നല്ല കഴിവുള്ള ആ യുവജനങ്ങൾ തന്നെ ശരിയായ പരിശീലനം അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ അഭാവം നിമിത്തം ആ അവസരം ലഭിക്കാതെ പുറന്തള്ളപ്പെട്ടു പോയ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിന് തീർച്ചയായിട്ടും ഒരു മാറ്റം വരുത്തണം എന്ന് തോന്നി. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് തോന്നിയ ഒരു കാര്യം, അതായത് കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഏറ്റവും കൂടുതൽ ദോഷഫലങ്ങൾ അനുഭവിച്ചത് സമൂഹത്തിലെ മധ്യ വിഭാഗത്തിൽപ്പെട്ടവരും താഴെക്കിടയിൽ ഉള്ളവരുമാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. കാരണം നല്ല സാമ്പത്തിക ശേഷിയുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്കോ അല്ലെങ്കിൽ പേരൻസിനോ മകനെ ഒരു ഡോക്ടറാക്കണമെന്ന് തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും അവരെവിടെ വിട്ടും കേരളത്തിന് പുറത്തോ ഇന്ത്യക്ക് പുറത്തോ വിട്ട് അവർ ഡോക്ടറാക്കും. എഞ്ചിനീയർ ആക്കണമെന്ന് വിചാരിച്ചാൽ എഞ്ചിനീയറും ആക്കും. അപ്പോൾ ഇവിടെ സ്ഥാപനങ്ങൾ ഇല്ലാതെ വന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ ദോഷഫലം അനുഭവിച്ചവർ ഇടത്തട്ടിലുള്ള ആളുകളും സാധാരണക്കാരുമാണ്. അപ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാകണം. ആ ഒരു മാറ്റത്തിന് നേതൃത്വം കൊടുക്കാനായിട്ട് നമുക്കൊരു ട്രേഡ് യൂണിയനായ ഫെഡറൽ ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ അതിന് തയ്യാറാകണം. നമ്മളൊരു പുതിയ നൂറ്റാണ്ട് പിറക്കുന്ന ഒരു സാഹചര്യത്തിലാണ് 1998 ആ കാലഘട്ടത്തിലാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിച്ചത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച ഒരു കാര്യം, നമ്മളെ സംബന്ധിച്ചോളം ഇന്ന് നല്ല ജോലി സാഹചര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത് സമൂഹം നമുക്ക് നൽകിയ ചില സൗകര്യങ്ങൾ ഉപയോഗിച്ചാണ്. നമ്മളാരും അല്ലെങ്കിൽ മാതാപിതാക്കൾ സ്ഥാപിച്ച വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിച്ചവരല്ല. നമുക്ക് മുമ്പേ കടന്നുപോയ ചില മഹൽ വ്യക്തികൾ തങ്ങളുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ പരിഗണിക്കാതെ വരുന്ന തലമുറയ്ക്ക് വേണ്ടി, ഭാവി തലമുറയ്ക്ക് വേണ്ടി ചെയ്ത സേവനങ്ങൾ, അവർ കെട്ടിപ്പടുത്ത വിദ്യാലയങ്ങൾ, ആ സ്ഥാപനങ്ങളൊക്കെ വളർന്നാണ് നമ്മൾ ഈ നിലയിലെത്തിയിരിക്കുന്നത്. അപ്പം നമുക്ക് കിട്ടിയ ഈ പ്രത്യേകമായിട്ടുള്ള സൗകര്യം അല്ലെങ്കിൽ ആ ഒരു സേവനം നമുക്ക് ഇതിൽ നിന്ന് പ്രയോജനം ലഭിച്ചു എന്നുള്ള നിലയിൽ നമ്മൾ കടന്നു പോകുമ്പോൾ അടുത്ത തലമുറയ്ക്കും പകർന്നു കൊടുക്കാനുള്ള ഒരു വലിയ ദൗത്യം നമുക്കുണ്ട്. ആ ദൗത്യം ഒരു ട്രേഡ് യൂണിയൻ എന്നുള്ള നിലയിൽ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി മാത്രം ശബ്ദമുയർത്തുന്നതിന് പകരം സമൂഹത്തിന് വേണ്ടി, വരുന്ന തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ദൗത്യമായിട്ട് പുതിയ ആ നൂറ്റാണ്ടിൽ, ആ മില്ലേനിയം തന്നെയായിരുന്നത് നമ്മുടെ 24ാം നൂറ്റാണ്ടിൽ കയറുമ്പോൾ, അപ്പോൾ ആ ഒരു സാഹചര്യം, അതിൽ സമൂഹത്തിനുള്ള ഒരു മില്ലേനിയം ഗിഫ്റ്റ്, ആ ഒരു രീതിയിലാണ് 1998 ഫെഡറൽ ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ കോട്ടയത്ത് നടന്ന അഖിലേന്ത്യാ സമ്മേളനത്തിൽ ഇങ്ങനൊരു ആശയം ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞാൻ റിപ്പോർട്ടിലൂടെ അവതരിപ്പിക്കുകയും അത് ഞങ്ങളുടെ ജനറൽ ബോഡി അംഗീകരിക്കുകയും ചെയ്തു. അതാണ് ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൻ്റെ തുടക്കത്തിൻ്റെ ഒരു നിദാനമായിട്ട് വന്നത്. അങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുന്നതിന് അസോസിയേഷൻ കണ്ടെത്തിയത് ഈ മൂക്കന്നൂർ എന്ന ഗ്രാമീണ മേഖലയായിരുന്നു. ഫെഡറൽ ബാങ്കിന്റെ സ്ഥാപകനായ ഹോർമിസിന്റെ ജന്മദേശം. ഇച്ഛാശക്തിയോടെ ബാങ്കിംഗ് രംഗത്തെ നയിച്ച ആ ദിശാശാലിക്കുള്ള ദക്ഷിണ കൂടിയായി ഈ സംരംഭം. മൂക്കന്നൂരിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ സ്ഥാപകനായ ഹോർമിസ ബാങ്കിങ് രംഗത്തെ ഏറ്റവും ദാർശനികതയോടുകൂടി ബാങ്കിങ്ങിനെ കണ്ട ഒരു വ്യക്തി, ബാങ്കിങ്ങിൽ ബിസിനസ് എത്തിക്സ് അങ്ങേയറ്റം പ്രകടിപ്പിച്ചൊരു വ്യക്തി. 1000 ബ്രാഞ്ച്, 1000 കോടി ലാഭം, 1 ലക്ഷം കോടി ബിസിനസ് എന്നതിലേക്ക് കുതിക്കുന്ന വലിയ ഒരു ബാങ്കായിട്ട് ആ ബാങ്ക് മാറുന്ന ഒരു സാഹചര്യം. അങ്ങനെയുള്ള ആ ഒരു വലിയ സ്ഥാപനത്തിന് ഹോർമിസാർ ജന്മം കൊടുത്തത് കൊണ്ടാണ് ഞങ്ങൾക്കൊക്കെ ഈ ബാങ്കിൽ വരാനും അതുപോലെ നമ്മുടെ നാടിന് ഈ ബാങ്കിങ് രംഗത്ത് നമ്മുടെ സാമ്പത്തിക വികസനത്തിനൊക്കെ വലിയ ഒരു പുരോഗമനം ഉണ്ടായി. അപ്പോൾ അദ്ദേഹത്തോടുള്ള ആ ഒരു ആദരവ് പ്രകടിപ്പിക്കുക എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ അസോസിയേഷൻ തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ ജന്മനാടായ മൂക്കന്നൂരിൽ നമുക്ക് സ്ഥലം ലഭിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ആ വീടിനൊക്കെ അടുത്തുള്ള ഈ ഞങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയ ഈ സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ നാമധേയം ഹോർമീസ് എന്നുള്ള പേര്, ഹോർമീസ് നഗർന്ന
ഒരു പേര് തന്നെ ഞങ്ങളുടെ ക്യാമ്പസ് നൽകിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ നാമവും അനശ്വരമാക്കണം. അതുപോലെ അദ്ദേഹത്തോടുള്ള പ്രതിനന്ദി അത് നമുക്ക് പ്രകടിപ്പിക്കണം. ഒരാദരവ് പ്രകടിപ്പിക്കുന്ന കൂടിയാണ് ഞങ്ങൾ മൂക്കന്നൂർ തിരഞ്ഞെടുത്തത്. ആ ആദരവിനൊപ്പം ഫെഡറൽ ബാങ്കിൻ്റെ വളർച്ചയും ഉദ്യോഗസ്ഥരുടെ ഉയർച്ചയും ലക്ഷ്യമിട്ട അസോസിയേഷൻ ട്രേഡ് യൂണിയൻ രംഗത്ത് തന്നെ ആശയങ്ങളുടെ ഒരു പൊളിച്ചെഴുത്തുകൂടി നടത്തുകയായിരുന്നു. സാമൂഹ്യ വികസനത്തിൽ ബാങ്കിംഗ് ട്രേഡ് യൂണിയന് എങ്ങനെ പങ്കാളിയാകാമെന്ന ആശയപരിഷ്കാരം. നിർഭാഗ്യവശാൽ ട്രേഡ് യൂണിയനുകൾ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞാൽ അത് പണിമുടക്കുന്നവർ, ഉൽപ്പാദന പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്നവർ, അവരുടെ അവകാശത്തിന് വേണ്ടി സമരം ചെയ്യുന്നവർ, നാടിനും സമൂഹത്തിനുമൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്നവർ എന്നുള്ള ഒരു പ്രതിച്ഛായ. ഒരിക്കലും ട്രേഡ് യൂണിയനിൽ അത് അർഹിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു പ്രതിച്ഛായ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതിനൊരു തിരിച്ച് അറിവ്. കാരണം ട്രേഡ് യൂണിയനുകൾ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരാണ്, നാടിൻ്റെ വികസനത്തിൽ താല്പര്യമുള്ളവരാണ്, വരുന്ന തലമുറയുടെ അവരുടെ ഭാവിയിൽ താല്പര്യമുള്ളവരാണ്. അതൊക്കെ തെളിയിച്ചു കൊടുക്കണം. ഒരു നല്ല മാതൃക, ഒരു റോൾ മോഡൽ ആയി മാറണം. ട്രേഡ് യൂണിയനുകൾക്ക് ഇങ്ങനെയും പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളത് കാണിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ആ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്, അതിനാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയിട്ടുള്ളത്. ഫോക്കസ് ഓൺ എക്സലൻസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് ടു സൊസൈറ്റി. അത് ഈ സാമൂഹ്യ പ്രതിബദ്ധതയും അതുപോലെ ഈ ഗുണമേന്മ, ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മ, ഈ രണ്ട് കാര്യങ്ങൾ ഞങ്ങൾ അടിസ്ഥാന ഒരു തത്വങ്ങളായിട്ട് തന്നെ സ്വീകരിച്ചാണ് ഈ സ്ഥാപനത്തെ മുന്നോട്ട് നയിക്കുന്നത്. സാമൂഹ്യ പ്രതിബദ്ധതയ്ക്ക് ഊന്നൽ നൽകി പുതിയ നൂറ്റാണ്ടിനുള്ള സംഭാവനയായി ഫെഡറൽ ബാങ്ക് ഓഫീസർമാരുടെ കൂട്ടായ്മ കാൽനാട്ടിയ സംരംഭം ത്വരിതവേഗത്തിൽ വളർച്ചയുടെ പടവുകൾ കടക്കുകയായിരുന്നു. ഒപ്പം ഈ സംരംഭം സാമൂഹ്യ മാറ്റത്തിന് കൈത്താങ്ങാകുകയും ചെയ്തു. അങ്ങനെ ഉയർന്നു വന്ന ഈ വിദ്യാഭ്യാസ കേന്ദ്രം കെട്ടിലും മട്ടിലും വ്യത്യസ്തമായി എന്നു മാത്രമല്ല, അയൽ സംസ്ഥാനത്തേക്ക് പഠനത്തിനായി ഒഴുകിയ ഒരു തലമുറയെ കേരള മണ്ണിൽ തന്നെ നിലനിർത്തിക്കുവാനും കഴിഞ്ഞു. അതിനുവേണ്ടി വിദ്യാഭ്യാസ മേഖലയിലെ പ്രമുഖരെ തന്നെ അണിനിരത്തുവാനും ഈ സംഘാടക മികവ് ശ്രദ്ധിച്ചു. ഒരു നല്ല സ്ഥാപനം കേരളത്തിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് നല്ല സ്ഥാപനം കേരളത്തിലുണ്ടെങ്കിൽ, ഈ വിദ്യാർത്ഥികൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനും, അതുമാത്രമല്ല കേരളത്തിൽ തന്നെയുള്ള ഒരു നല്ല വിഭാഗം ആളുകൾക്ക് ജോലിയും വിദ്യാർത്ഥികളുടെ പഠന സൗകര്യങ്ങളും ഒരുക്കാനും സാധിക്കുമെന്നുള്ള പല ഉദ്ദേശത്തോടുകൂടിയാണ് ഈ സ്ഥാപനത്തിനെക്കുറിച്ച് ആദ്യം ഫെഡറൽ ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ തീരുമാനിച്ചത്. എനിക്ക് തോന്നുന്നു അക്കാഡമിക് വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനൊരു പ്രത്യേകമായിട്ടുള്ള ഒരു പ്രാവീണ്യം ആവശ്യമുണ്ട്. അത് ആ പ്രാവീണ്യയുടെ ആൾക്കാരെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് കൊണ്ടുവന്നതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ അത് കോർഡിനേറ്റ് ചെയ്യുന്നതും അത് എല്ലാ ഘടകങ്ങളെയും യോജിപ്പിക്കുന്നതും ഈ ക്രെഡിബിലിറ്റി സൃഷ്ടിക്കുന്നതുമാണ് ഏറ്റവും വലിയ പ്രാധാന്യം. പ്രാവീണ്യത മാത്രമല്ല, പ്രാവീണ്യമുള്ള ആൾക്കാരെ കൊണ്ടുവന്നാൽ ആ കുറവ് നമുക്ക് പരിഹരിക്കാം എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ വിജയകരമായിട്ട് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കോളേജ് തുടങ്ങിയപ്പോൾ തന്നെ തുടങ്ങുന്ന സ്ഥാപനം ഒരു സെൻറ്റർ ഫോർ എക്സലൻസ് തന്നെ ആയിരിക്കണം. വിദ്യാർത്ഥികൾക്ക് എല്ലാവിധത്തിലുള്ള പഠന സൗകര്യങ്ങളോടൊപ്പം തന്നെ മറ്റ് എക്സ്ട്രാ കോകരിക്കുലർ ആക്ടിവിറ്റീസിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുക എന്നതിനെപ്പറ്റി ആദ്യം തന്നെ ശ്രദ്ധ പതിപ്പിച്ചിരുന്നു. ഈ കരിക്കുലം മൂല്യാധിഷ്ഠിത പഠനത്തിലൂടെ പ്രാവർത്തികമാക്കുമ്പോൾ അത് ഒരു സാമൂഹ്യ മാറ്റത്തിന് വഴിമരുന്നിടുകയാണ്. ഉന്നത നിലവാരമുള്ള പഠനവും മികച്ച ഫാക്കൽറ്റിയും ആധുനികതയ്ക്കുതകുന്ന ക്ലാസ് മുറികളുമാണ് ഈ പഠനത്തിന് ആവശ്യം. ഇവിടെ ക്ലാസ് മുറികൾ ആധുനികതയ്ക്കൊത്ത് മാറിയിരിക്കുന്നു. പവർ പോയിന്റ് പ്രസന്റേഷനും ഇലക്ട്രോണിക് ബോർഡുമൊക്കെ ചോക്കിൻ്റെയും ബ്ലാക്ക് ബോർഡിൻ്റെയും സ്ഥാനം കൈയടക്കുകയാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് ക്ലാസ് മുറികൾ തന്നെ പ്രായോഗിക പരിശീലന വേളയാകുകയാണ്. ഇവിടെ നടക്കുന്നത് ലേണിംഗ് ഡെലിവറി മാത്രമല്ല, മറിച്ച് കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി കൂട്ടുകയെന്ന തത്വമാണ് ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത്. ക്യാമ്പസ് വൈഫൈ ആകുന്നതുകൊണ്ട് തന്നെ ക്ലാസ് മുറികളിൽ മാത്രമല്ല, 50 ഏക്കർ ക്യാമ്പസിൻ്റെ ഏത് കോണിലിരുന്നാലും വയർലെസ് ഫിഡിലിറ്റി ആസ്വദിക്കുവാനാകും. ഒപ്പം പഠനത്തിന് വേഗവും. ഇത്തരം അടിസ്ഥാന സൗകര്യങ്ങളിൽ മാറ്റം വന്നാലേ ശക്തമായ ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കുവാനാകൂ.
ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൻ്റെ എല്ലാ മേഖലയിലും നമ്മളത് വേണ്ട വിധത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് മിക്കവാറും എല്ലാ ക്ലാസ് റൂമിൽ തന്നെ ഓവർഹെഡ് പ്രൊജക്ടർ സൗകര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വെർച്വൽ ക്ലാസ് റൂംസ് ഉണ്ടായിട്ടുണ്ട്. അടുത്ത കാലത്ത് തന്നെ നമ്മുടെ HRD മിനിസ്ട്രിയും അതുപോലെ IIT മുംബൈയും യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ പ്രോഗ്രാം, അതിൽ ഒരു സെൻറ്റർ ഒരു വെർച്വൽ ക്ലാസ് റൂമാക്കി മാറ്റിക്കൊണ്ട് ഇപ്പോൾ ബോംബെ IITയിൽ ക്ലാസ് എടുക്കുന്ന അധ്യാപകർക്ക് നമ്മുടെ ഈ പാർട്ടിസിപ്പൻസിന് ക്ലാസ് എടുക്കാൻ, ഇവിടെ ഇരുന്നു കൊണ്ട് ക്ലാസ് എടുക്കാൻ തരില്ല. നമ്മുടെ HRD മിനിസ്റ്റർ കപിൽ സിബിലൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമായിരുന്നത്. അതുകൊണ്ട് 2 ആഴ്ചയോളം അങ്ങനെ ഒരു പ്രോഗ്രാം തന്നെ നമുക്കിവിടെ നടത്താനായിട്ട് സാധിച്ചു. IITയിലെ പ്രൊഫസേഴ്സ് നമ്മുടെ കേരളത്തിലുള്ള ഇവിടെ ഈ പാർട്ടിസിപ്പൻസ് ആയിരുന്ന ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ആ രീതിയിലേക്ക് മാറിയിട്ട് അതുപോലെ നമ്മുടെ എല്ലാ ക്ലാസ് റൂമുകളിലും നമ്മൾ വൈഫൈ ഫെസിലിറ്റി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് LCD പ്രസൻറ്റേഷൻസ് അതിനൊക്കെയുള്ള എല്ലാ സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു മോഡേൺ ആ ഒരു രീതിയിലുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ക്ലാസ് മുറികളിൽ നമുക്കുണ്ട്. ആ കുട്ടികൾക്ക് വളരെയധികം അറിവുകൾ സാധാരണ ക്ലാസ്സിൽ നിന്ന് ഉണ്ടാകുന്നതിനേക്കാൾ വളരെയധികം അറിവുകൾ നേടുന്നുണ്ട്. അതേപോലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും നമുക്ക് ഓരോ റിസർച്ച് സെൻറ്റേഴ്സ് ഉണ്ട്. അത് അക്കാഡമിക് തലത്തിൻ്റെ ഭാഗമല്ല, കമ്പൽഷനുള്ള ഭാഗമല്ല. എന്നിരുന്നാലും കുട്ടികളുടെ സാധാരണ ക്ലാസ് റൂം ഫെസിലിറ്റീസിന് പുറമെ, ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിന് പുറമെ അഡീഷണൽ ആയിട്ടുള്ള അക്കാഡമിക് ഫെസിലിറ്റീസ് തരുന്നതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. തിയറി ക്ലാസുകൾ പോലെ തന്നെ പരിശീലന ലാബുകളും അത്യാധുനികവൽക്കരിച്ചിരിക്കുകയാണ്. എഞ്ചിനീയറിംഗിലെ ഓരോ വിഭാഗത്തിനുമുള്ള വിശാലമായ പരിശീലന ലാബുകൾ അത് വെളിവാക്കുകയും ചെയ്യുന്നു. ആധുനിക യന്ത്രസാമഗ്രികളുമായി നിരന്തരം ബന്ധം പുലർത്തേണ്ട മെക്കാനിക് വിഭാഗത്തിലെ കുട്ടികൾക്ക് ഇത് പ്രയോജനകരവുമാകുന്നു. മാത്രമല്ല, സംശയ നിവാരണത്തിന് മികച്ച അധ്യാപകരും. സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ പുറം പരിശീലന ലാബുകൾക്ക് പ്രത്യേക സംവിധാനവും ആധുനിക ഉപകരണങ്ങളും തന്നെ നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പഠനവേളകൾ ഉല്ലാസദായകവുമാണ് വിദ്യാർത്ഥികൾക്ക്. ലാബ് സാധാരണ നമുക്ക് ലാബെന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റി പറയുന്ന പഠനക്രമം അനുസരിച്ച് ലാബ് നമ്മൾ ഒരുക്കണം. അത് എല്ലാ കോളേജുകളിലും തന്നെ ഉണ്ടാകുന്നിരിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് മാത്രം പോരാ, അതിനപ്പുറമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ നമ്മൾ ചെയ്യുന്നു, അതിനെന്തൊക്കെ ചെയ്യാൻ സാധിക്കുന്നു. ഉദാഹരണത്തിന് നമ്മുടെ കോളേജിൽ തന്നെ ഏതാണ്ട് ഒരു 30ഓളം ടീച്ചേഴ്സ് ഇപ്പോൾ റിസർച്ച് ചെയ്യുന്നുണ്ട്. ഇതൊരു യൂണിവേഴ്സിറ്റിയുടെ അപ്രൂവ്ഡ് റിസർച്ച് സെൻ്റർ അല്ല. എന്നിരുന്നാലും നമ്മുടെ സൗകര്യങ്ങൾ ഉപയോഗിച്ച് മറ്റ് കേരളത്തിലും കേരളത്തിന് പുറത്തുള്ള മറ്റ് യൂണിവേഴ്സിറ്റിയിൽ PhD രജിസ്റ്റർ ചെയ്തിട്ടുള്ള ടീച്ചേഴ്സ് അവരുടെ PhD വർക്ക് മുഴുവൻ നമ്മുടെ സ്ഥാപനത്തിലാണ് ചെയ്യുന്നത്. നമ്മളെപ്പോഴും ഈ നമ്മുടെ എക്യുപ്മെൻറ്റ്സും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊരു ക്വാളിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കാറുള്ളത്. പ്രൈസ് രണ്ടാമത്തെ കാര്യം, നമ്മൾ നെഗോഷിയേറ്റ് ചെയ്ത് താഴെ കൊണ്ടുവരാൻ ശ്രമിക്കും. പക്ഷേ അതേസമയം ക്വാളിറ്റി സാക്രിഫൈസ് കൊണ്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യാറില്ല. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു നല്ലൊരു നിലവാരം നമുക്ക് എക്യുപ്മെൻറ്റ്സിൻ്റെ കാര്യത്തിലൊക്കെ ബ്രേക്ക് ഡൗൺ ഒന്നും ഒട്ടും തന്നെ ഉണ്ടാകാറില്ല, കാര്യമായി മെയിൻ്റനൻസ് വേണ്ടി വരാറില്ല. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള നമ്മുടെ എക്യുപ്മെൻറ്റ്സാണ് നമ്മൾ വാങ്ങുന്നത്. ഇതിനു പുറമെ കാലാനുസൃതമായ മാറ്റങ്ങളെക്കുറിച്ച് അറിവും പരിശീലനവും നൽകുന്ന തരത്തിലുള്ള പഠന സമ്പ്രദായവും പ്രായോഗികമാക്കുന്നു. കുട്ടികൾക്ക് തന്നെ സെമിനാർ പ്രസന്റേഷനും പ്രബന്ധങ്ങളും നൽകി മാറ്റങ്ങൾ അവരിലൂടെ സ്വയം പകരുകയാണ്. തൊഴിൽ മേഖലകളിൽ വെറും അറിവ് മാത്രം പോരാ, അവർക്ക് അതിൻ്റെ കൂടെ മറ്റ് പല ട്രേഡ്സും പല കാര്യങ്ങളും ഡെവലപ്പ് ചെയ്തെടുക്കണം. കാരണം കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഗ്രൂപ്പ് സ്കില്ല്, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയപ്പെടുന്ന കാര്യങ്ങളിലൂടെ ഡെവലപ്പ് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ അവർക്കൊരു പൂർണ്ണമായിട്ടും ഇന്നത്തെ മേഖലയിൽ ഒരു ജോലി നേടാനോ അല്ലെങ്കിൽ ചെല്ലുന്നിടത്ത് വിജയിക്കാനോ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് ഇയർ മുതൽ തന്നെ അവർക്ക് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്, സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ഇങ്ങനെയുള്ളതൊക്കെ നടത്താറുണ്ട്. ഒരു നല്ലൊരു അക്കാഡമിക് എൻവയോൺമെൻറ്റ് സൃഷ്ടിക്കുവാൻ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ സഹായിക്കുന്നുണ്ട്. കുട്ടികൾക്ക് നമുക്ക് ഫ്രീ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ട്രെയിനിങ്, ലാംഗ്വേജ് ലാബ് ഇൻട്രാക്ഷൻസ്, ഇതുമൂലം കുട്ടികളുടെ സമയം അല്ലെങ്കിൽ അവരുടെ അഭിരുചികൾ അതിലേക്ക് നമ്മൾ പ്രകടിപ്പിക്കുന്നതോടൊപ്പം കുട്ടികൾക്ക് ആ വക കാര്യങ്ങളിൽ കൂടുതൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിക്കുന്നുണ്ട്. അതുതന്നെ ഒരു അക്കാഡമിക് എൻവയോൺമെൻറ്റിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കാൻ സാധിക്കുന്നു. ഈ ഇന്റർനെറ്റ് യുഗത്തിൽ കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടുത്തുന്നതിന്റെ പ്രാധാന്യം ഉറപ്പാക്കുന്ന ഇവിടെ പ്രത്യേക പഠനരീതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. കമ്പ്യൂട്ടർ ലാബുകൾ സജീവമെന്ന് മാത്രമല്ല, മികവുറ്റ അധ്യാപകരുടെ ശിക്ഷണത്തിലൂടെ ഈ മേഖലയിലെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉറപ്പുവരുത്തുന്നു. ഒപ്പം പഠിച്ചവ പ്രാവർത്തികമാക്കുന്നതിനുള്ള എവാലുവേഷൻ സമ്പ്രദായത്തിനും ഊന്നൽ നൽകുന്നു.